നമസ്കാരം. അങ്ങനെ കേരളത്തിലൊരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. പുതിയ സർക്കാർ, പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ രീതികൾ, പുതിയ മാതൃകകൾ എല്ലാം പുതുമയിലാണ് തുടങ്ങിയിരിക്കുന്നത്. 85 സീറ്റിനും മുകളിൽ അധികാരത്തിൽ വരുമെന്ന് നമ്മുടെ ചാനൽ പലവട്ടം പറഞ്ഞിരുന്നു. എന്തായാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 100 സീറ്റ് വരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞെങ്കിൽ അതിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 102 സീറ്റിൻ്റെ മാൻഡേറ്റാണ് സർക്കാരിന് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു 85 അല്ലെങ്കിൽ 85 സീറ്റിനപ്പുറം, ഒരു 80-85 സീറ്റിനപ്പുറമുള്ള സീറ്റുകൾ, പ്രത്യേകിച്ച് പയ്യന്നൂർ, തളിപ്പറമ്പ്, അതുപോലെ തന്നെ ചിറയിൻകീഴ്, വാമനപുരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി മണ്ഡലങ്ങൾ, CPM-ൻ്റെ കുത്തക മണ്ഡലങ്ങൾ, പരമ്പരാഗതമായി 40-50 വർഷം CPM മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ CPI മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങൾ, ചടയമംഗലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ അട്ടിമറി വിജയമാണ് നടന്നത്. അതിൻ്റെ അർത്ഥം, അതുപോലെ തന്നെ പേരാമ്പ്ര TP രാമകൃഷ്ണൻ്റെ പരാജയം, അതിൻ്റെയൊക്കെ അർത്ഥം കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും CPI-യിലെയും ഇടതുപക്ഷ പാർട്ടികളിലെയും വലിയൊരു വിഭാഗം ജനങ്ങൾ UDF-ന് ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. നിഷ്പക്ഷരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും UDF-ന് വോട്ട് ചെയ്തു. ജാതിമത സംഘടനകൾക്കപ്പുറമായി, അതീതമായി ജനങ്ങൾ വോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ സീറ്റിലേക്ക് വന്നു. തുടക്കം വളരെ മനോഹരമായി തുടങ്ങി. 10 വർഷമേ ഇല്ലാതിരുന്ന ഒരു പാർട്ടിക്ക് 10-14 ദിവസം എടുക്കുന്നത്, മന്ത്രിസഭ രൂപീകരിക്കാൻ എടുക്കുന്നത് ഒരു വലിയ വിഷയമല്ല, സ്വാഭാവികമാണ്. കാരണം 10 വർഷം അധികാരത്തിലില്ലായിരുന്നു. അതിൻ്റേതായ സങ്കടങ്ങളും പടലപ്പണക്കങ്ങളും നേതൃത്വത്തിൽ വരാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തായാലും അത് കഴിഞ്ഞു. മനോഹരമായ മന്ത്രിസഭ വന്നു. മന്ത്രിസഭയിൽ ഭൂരിപക്ഷവും ബുദ്ധിമുഖങ്ങളാണ്. വളരെ സീനിയറായിട്ടുള്ള അംഗത്തെയാണ് സ്പീക്കറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ, അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയെ മന്ത്രിയാക്കിയിട്ടുണ്ട്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് മന്ത്രിമാർ. KPC പ്രസിഡന്റിന് മന്ത്രിയാക്കി. രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ പ്രമുഖമായ 2 വകുപ്പുകൾ കൊടുത്തു. അങ്ങനെ വളരെ മനോഹരമായൊരു ഗവൺമെൻറ് വന്നു. ആദ്യത്തെ യോഗത്തിൽ തന്നെ അവർ നല്ല നിശ്ചയദാർഢ്യമുള്ള ചില തീരുമാനങ്ങളെടുത്തു. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അന്ന് പോയി പറഞ്ഞതാണ്, സമരസമയത്തും പറഞ്ഞു, സമരം തീരുന്ന ദിവസവും പോയി പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിൽ നിങ്ങളുടെ ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുമെന്ന്. 3000 രൂപയെങ്കിൽ 3000 രൂപ ചെറിയ തുകയല്ല. അതെന്തായാലും ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചു. ഇനി തുടർന്ന് ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. 5 ഗ്യാരണ്ടികളിൽ ഒന്നായിട്ടുള്ള വയോജന വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ഇന്നലെ ഉത്തരവും ഇറങ്ങി. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ, അതായത് അടുത്ത മാസം 15, സ്കൂൾ തുറന്ന് കോളേജെല്ലാം തുറന്ന് 15-ാം തീയതി മുതൽ ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. 3-4 ലക്ഷം, 10-15 ലക്ഷം ആളുകൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നവരാണ്. അതിലൊരു 3-4 ലക്ഷം ആളുകൾ തീർച്ചയായും ഓർഡിനറി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓർഡിനറി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ഹ്രസ്വദൂര യാത്രക്കാർക്കും ഒക്കെ വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് 40 വണ്ടിയില്ല, അതൊരു ഒരു അലങ്കാരത്തിലൂടെ പറയുന്നതാണ്. 40 വണ്ടി, പിണറായി വിജയന് 40 വണ്ടി ഉണ്ടായിരുന്നു. 40 വണ്ടിയില്ലായിരുന്നു, പക്ഷേ എങ്കിലും 10-15ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയ സംഭവമായിരുന്നു. ഒരു രാവണൻ കോട്ട പോലെ സെക്രട്ടേറിയറ്റ് അടച്ചിടുക, അതിനകത്തുനിന്ന് അദ്ദേഹം വരുന്നതും പോകുന്ന, അദ്ദേഹം കവടിയാറിൽ നിന്ന്, അതായത് നന്തൻകോട് നിന്ന്, ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എവിടെ അടയ്ക്കും? സെക്രട്ടേറിയറ്റ് വരെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്യും. അത്ര ഭയങ്കരമായ ഒരു ഭീകരാവസ്ഥ റോഡിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അവർ സഞ്ചരിച്ചിരുന്നത്. അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ഒരേ ഒരു വാഹനം, ഒരു എസ്കോർട്ട് വാഹനം മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു പൈലറ്റ് വാഹനം കൂടെയുണ്ട്. ഒരു പൈലറ്റ് വാഹനം, ഒരു വെള്ളക്കാർ, ഒരു എസ്കോർട്ട് കാർ. വളരെ മനോഹരമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ തുടക്കം. അതുപോലെ തന്നെ നോർത്ത് ഗേറ്റ് വളരെ കൃത്യമായി 10 വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. നോർത്ത് ഗേറ്റൊക്കെ വളരെ സുഖമായി തുറന്നിട്ടിരുന്ന ഗേറ്റാണ്. 10 വർഷമായി അത് രാവണൻകോട്ടയിൽ അടച്ചിരുന്നു. പക്ഷേ ആ ഗേറ്റൊക്കെ തുറന്നു. വളരെ മനോഹരമായി ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാന്മാർക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷനെ വെച്ചു. ധവളപത്രം, എന്താണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി? ഒരു വശത്ത് പൂച്ച പറ്റി കിടക്കുന്നു എന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, ഇവിടെ 6000 കോടി രൂപ മിച്ചമുണ്ടെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. അപ്പോൾ എന്താണ് യഥാർത്ഥ സ്ഥിതി? ഖജനാവിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ഖജനാവിനെ നേരത്തെ നയിച്ചിട്ടുള്ള KR ജ്യോതിലാൽ തന്നെ, നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന, ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന KR ജ്യോതിലാൽ IAS തന്നെ കൺവീനറായിക്കൊണ്ട്
KM ചന്ദ്രശേഖരൻ പ്ലാനിംഗ് ബോർഡിന്റെ മുൻ വൈസ് ചെയർമാനും അതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന KM ചന്ദ്രശേഖരൻ അവർകളെ വെച്ചുകൊണ്ട് വേറെ 2 ആളുകളെയും കൂടെ വെച്ചുകൊണ്ട് ഒരു എക്സ്പെർട്ടുകളെ നാരായണ പിന്നെ CDSലെ വീരമണി എന്നൊക്കെ 2-3 ആളുകളെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള ശ്രമം നടക്കുന്നു. ജൂൺ 26-ന് പുതിയ ബഡ്ജറ്റ് വരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു തുടക്കമാണ്. മന്ത്രിമാരെല്ലാം ചാർജ് എടുത്തിട്ടുണ്ട്. അവർ വകുപ്പുകളെ സംബന്ധിച്ച് ചില ധാരണകൾ വരുന്നു, അതെന്തായാലും വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെയ് മാസം മുതൽ വളരെ മനോഹരമായ ഒരു മാറ്റം കേരളത്തിൽ വരുന്നു. 10 വർഷം തുടർച്ചയായി ഭരിച്ചത് കൊണ്ടല്ല പിണറായിക്ക് ഭരണം നഷ്ടപ്പെട്ടത്, അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. 10 വർഷം ഭരിച്ചത് കൊണ്ടേ അല്ല നഷ്ടപ്പെട്ടത്, തുടർ ഭരണമല്ല എതിർത്തത് കൊണ്ടല്ല നഷ്ടപ്പെട്ടത്. പിണറായി വിജയന്റെ അഹങ്കാരവും അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അത് ജനങ്ങളിലുണ്ടായ അവമതിപ്പും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വിവാദവും തർക്കവും ഇല്ലാതെ തന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു. അഴിമതി രഹിതമായിരിക്കുമെന്ന് സത്യസന്ധമായി തന്നെ VD സതീശൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. പത്രക്കാർക്ക് വളരെ കൃത്യമായി നല്ല മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ക്യാബിനറ്റുകൾ കഴിയുമ്പോൾ ബ്രീഫിംഗ് ഉണ്ടാവും. പണ്ടങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ വളരെ വലിയ എല്ലാ ക്യാബിനറ്റ് കഴിയുമ്പോഴും ബ്രീഫിംഗ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് 10 വർഷമായി അതൊന്നും ഇല്ലായിരുന്നു. ഈ കടക്ക് പുറത്തെന്നുള്ള നിലയിൽ മാധ്യമക്കാരെയൊക്കെ അകറ്റി നിർത്തിയിരിക്കും. പക്ഷെ അതെല്ലാം മാറ്റം വരികയാണ്. അപ്പോൾ സമൂലമായ വികസന പ്രവർത്തനം അവിടെ നിൽക്കട്ടെ, വികസന പ്രവർത്തനങ്ങൾ ഏത് ഗവൺമെൻറ് വന്നാലും തുടർന്ന് കൊണ്ടുപോകും. പക്ഷെ വേറെ നൈതികത, ജനാധിപത്യം, ഇങ്ങനെ കുറേ പോയിന്റുകളുണ്ട് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന. സത്യസന്ധത, നൈതികത, ജനാധിപത്യം, സഹിഷ്ണുത, ഒരു പരസ്പര സ്നേഹം, ഒരു കാരുണ്യം, ഒരു കരുതൽ, ഒരു വിനയം, ഇതൊക്കെ വളരെ പ്രധാനമാണ് ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കുമല്ല. അത് ഇല്ലാതിരുന്നതാണ് പിണറായി വിജയനെ നശിപ്പിച്ചത്. അതുണ്ടാവുന്നുവെന്ന് കൃത്യമായി VD സതീശൻ തെളിയിക്കുന്നു. VD സതീശന് പരിചയമുള്ള ഒരു അമ്മാളുവിനെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ആട്ടി ഓടിക്കാതെ സ്റ്റേജിലേക്ക് വിളിച്ചു. രാഹുൽ ഗാന്ധിയും പിന്നെ അതൊക്കെ കൂടിപ്പോയോ, ജനകീയമായി പോയോ, അത്രയും ജനകീയമാവണോ, പ്രോട്ടോകോൾ ലംഘിച്ചോ എന്നൊക്കെ ഉള്ള ചോദ്യമുണ്ട്. പക്ഷെ പ്രോട്ടോകോൾ പ്രധാനമന്ത്രി വരെ ലംഘിച്ച് പിന്നെ എന്താണ് പിന്നെ മിഠായി കടയിൽ പോയി മിഠായി മേടിച്ചിട്ടുണ്ട്, ജനങ്ങളിടയിൽ പോയിട്ടുണ്ട്. അതൊന്നും വലിയ വിഷയമല്ല. ജനകീയമായി ചിന്തിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാറുണ്ട് ഭരണാധികാരികൾ. അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ 2 കുട്ടികൾ, ഒന്ന് കൈയില്ലാത്തൊരു കുഞ്ഞും മറ്റേ കൃത്രിമ കൈവച്ച കുഞ്ഞും അല്ലാതൊരു കുഞ്ഞുമൊക്കെ സ്റ്റേജിലൊക്കെ ഈ മന്ത്രിസഭ കയറുന്ന ചടങ്ങ് കഴിയുമ്പോൾ സ്റ്റേജിലേക്ക് വരുന്നതൊക്കെ വളരെ മനോഹരമാണ്. അതെല്ലാം നമുക്ക് ഇത്ര രസകരമാണല്ല എന്ന് തോന്നാലും അതൊക്കെ നിഷ്കളങ്കമായ കുട്ടികളൊക്കെ അവിടെ വരുന്നു, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തായാലും ഒരു കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ഒരു ഗവൺമെൻറ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആയിരിക്കണം. കാരണം 10 വർഷങ്ങൾ മുമ്പ് വലിയ കരുണയും കാരുണ്യവും ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിച്ച നാടാണിത്. അതിൻ്റെ ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർക്കശമില്ലാത്ത, വിനയമുള്ള, ജനങ്ങളോട് വിധേയത്വമുള്ള, കരുതലുള്ള, സ്നേഹമുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകും. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സാന്ത്വനവും സഹായം രണ്ടാമതാണ്, സാന്ത്വനമാണ് ആദ്യം. അപ്പോൾ അതിലേക്ക് ഗവൺമെൻറ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പുതിയ ഗവൺമെൻറ്റിൻ്റെ VD സതീശൻ മുഖ്യമന്ത്രിയുടെ ടീം UDFനും ടീം മന്ത്രിസഭയ്ക്കും നമ്മുടെ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുകയാണ്. കാരണം ഒരു ഗവൺമെൻറ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ സാധാരണ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റികളിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, അത് ജനവിരുദ്ധമാകുമ്പോഴാണ്, അത് സർക്കാർ വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് വിമർശിക്കേണ്ടി വരിക. അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ചാനലിൽ തീർച്ചയായിട്ടും തുടർ ദിവസങ്ങളിൽ അങ്ങനെ വന്നാൽ നമ്മൾ ജനപക്ഷത്തായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സമയവുമായിട്ടില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഗവൺമെൻറ് വന്നിട്ടുണ്ട്. 2 വനിതകൾ മന്ത്രിയായിട്ടുണ്ട്. പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് പ്രത്യേക വകുപ്പാണ്. ആരോഗ്യവകുപ്പിന് നല്ലൊരു മന്ത്രിയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് 2ാമത് മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു. പഴയ പ്രപ്പോസലാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒത്തിരി പ്രോജക്റ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ കേരളം, പുതിയ സർക്കാർ, പുതുയുഗ പിറവി.